ഹലോ എവരിവൺ, ബിഫോർ ദ സൺസെറ്റ് ഡേ മണാലി കാഴ്ചകൾ 6th എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വൻ വിഹാർ പാർക്ക് മണാലി. ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഹിമാചൽ പ്രദേശിലെ ഈ മെഡിറ്റേഷൻ പോയിന്റ് ആണ് കേട്ടോ. വനപ്രകൃതിയുടെ മടിത്തട്ടിൽ ഒന്ന് മയങ്ങി പുത്തൻ ഉണർവോടെ പോകാം. പ്രകൃതിയുടെ മാസ്മരിക സൗന്ദര്യത്തിലേക്ക് ഊളിയിട്ട് ഇറങ്ങാനാകാത്ത ആർക്കും ഇവിടെ വന്നിട്ട് പ്രയോജനമില്ല. ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ടിക്കറ്റ് എടുക്കണം. അഡൾട്ടിന് 50 റുപ്പീസും ചിൽഡ്രന് 20 റുപ്പീസും ആണ്. നിറയെ ദേവദാരു മരങ്ങൾ ആകാശമുട്ടെ വളർന്നു നിൽക്കുന്നു. മെഡിറ്റേഷൻ പോയിന്റ്, ഷൂട്ടിംഗ് പോയിന്റ്, ചിൽഡ്രൻസ് പാർക്ക്, ബോട്ടിംഗ്, ഓരോയിടത്തേക്കും ഡയറക്റ്റ് ചെയ്യുന്ന ദിശാസൂചിക ഇവിടെ ഉണ്ട് കേട്ടോ. ചിൽഡ്രൻസ് പാർക്ക് ഏരിയയിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. ഇരുപുറവും ധാരാളം ഊഞ്ഞാലുകളും കുട്ടികൾക്ക് കളിക്കാനുള്ള എക്യുപ്മെൻസും ഒക്കെ ആയി ഇവിടെ നല്ലൊരു ചിൽഡ്രൻസ് പാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നു. അനന്തമായി വളർന്നു നിൽക്കുന്ന ദേവദാരു മരങ്ങളുടെ മനോഹാരിത, ഒരു വനത്തിൻ്റെ പ്രതീതി. പാർക്കിൽ വിശ്രമിക്കാൻ തടി കൊണ്ടും സിമന്റ് കൊണ്ടും ഒക്കെ ധാരാളം ഇരിപ്പിടങ്ങളുണ്ട് കേട്ടോ. ഹിമാചലിന്റെ തണുപ്പിനെ അതിജീവിക്കാൻ പാകത്തിന് ധാരാളം രോമമുള്ള നായ്ക്കളെ ഞങ്ങൾ പോയിടത്തെല്ലാം കണ്ടു. ആകാശം തൊടാൻ മത്സരിച്ച് വളരുന്ന ദേവദാരു മരങ്ങൾ, ഈ മനോഹാരിത മനസ്സിന് നൽകുന്ന ആനന്ദം, കുളിർമ ഒരു വേറെ ലെവലാണ് കേട്ടോ. ഹിമാചലിന്റെ തനതായ വേഷവിധാനത്തിൽ ഫോട്ടോ എടുക്കാനുള്ള ഒരു സൗകര്യം ഉണ്ട്. ഒപ്പം തന്നെ കൈത്തൊഴിൽ പോലെ കൈത്തൊഴിലാണ് ഇവരുടെ. തൊപ്പി, സ്വെറ്ററൊക്കെ നിർമ്മിച്ച് തുന്നി സമയം അവർ വിൽക്കുന്നുമുണ്ട്. ഇതിനപ്പുറം ബിയാസ് നദിയുടെ മനോഹാരിത കൂടിയുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ പാർക്കിൽ നിന്ന് നദീതടത്തിലേക്ക് ഇറങ്ങി നടക്കാം. മണാലിയിൽ നിന്ന് ഇന്ന് ഞങ്ങളുടെ മടക്കയാത്ര ആയതിനാൽ ഞങ്ങൾക്ക് ടൈം കുറവായിരുന്നു. നദീതീരത്തേക്ക് പോകാൻ സാധിച്ചില്ല. പ്രകൃതിയെ ഒരു വിധത്തിലും നോവിക്കാതിരിക്കാൻ വേസ്റ്റ് ബിൻ അടക്കം ബയോട്ടിക് ആണ് ഇവിടെ. എത്ര ശ്രമിച്ചിട്ടും ഈ ദേവദാരു മരങ്ങളുടെ തലപ്പത്തൊന്ന് തൊടാൻ കൊതിക്കുന്ന മനസ്സിനെ നിയന്ത്രിക്കാൻ ആകുന്നില്ല.
ഈ സ്റ്റെപ്പുകൾ താഴെ ഒരു ചെറിയ കുളമുണ്ട്, അവിടെ ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട്. ഞങ്ങൾക്ക് സമയമില്ലായിരുന്നു, അതുകൊണ്ട് ബോട്ടിങ്ങിനൊന്നും പോകാൻ സാധിച്ചില്ല. ഗേറ്റ് നമ്പർ 1, വൻവിഹാർ പാർക്ക്, മണാലി. ഇവിടേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ പ്രകൃതി നമ്മോട് സംസാരിച്ചു തുടങ്ങും. ഈ മാസ്മരിക സൗന്ദര്യം, നിശബ്ദ സുന്ദരി, കാടിൻ്റെ നിശബ്ദത തകർക്കുന്ന പക്ഷികളുടെ മുഴങ്ങുന്ന ശബ്ദം, നിശബ്ദമായി ഒഴുകുന്ന ബിയാസ് നദി. പ്രകൃതി സ്നേഹികൾക്ക്, പ്രകൃതിയെ ആരാധിക്കുന്നവർക്ക് ഇതിൽ പരം എന്തു വേണം? മണാലി എന്ന സ്വർഗഭൂമി വിട്ട് ഞങ്ങളുടെ മടക്കയാത്ര ആരംഭിച്ചു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളും വരണം കേട്ടോ മണാലി കാണാൻ, മണാലിയെ അറിയാൻ, ഈ പ്രകൃതി സൗന്ദര്യത്തിൽ ഒന്ന് സ്വയം മറക്കാൻ. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോസ്. കമൻറ്റും പോസ്റ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു.